ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സ്പോട്ട് ലൈറ്റ് അതുപോലെ 1 വാട്ടിൻ്റെ 2 വാട്ടിൻ്റെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് കബോർഡിൻ്റെ അകത്ത് ചെസ്പ് അതിൻ്റെ അഡാപ്റ്റർ ഉൾപ്പെടെ കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നോക്കുന്നത്. കണ്ടോ, ഇതൊരു അഡാപ്റ്ററാണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഈ അഡാപ്റ്റർ കയറാനുള്ള സ്പേസ് നമുക്ക് അതിൻ്റെ അകത്തില്ല. എന്നാൽ ഒരുപാട് സ്പേസ് വരുത്തി കഴിഞ്ഞാൽ ആ നമ്മുടെ ലൈറ്റ് ഫുള്ളായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, ഇത് വന്നിട്ട് നേരെ വന്നിട്ട് അഡാപ്റ്റർ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. മുകളിൽ അതിനുള്ള ഗ്യാപ്പില്ല, അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ഗ്യാപ്പും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡാപ്റ്റർ ജസ്റ്റ് പതുക്കെ, അത് പ്ലാസ്റ്റിക്കിൻ്റെ കേസാണ് വരുന്നത്. അഡാപ്റ്റർ ജസ്റ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ കേസ് വിടിച്ചതിന് ശേഷം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ടേപ്പ് എടുക്കുക, ഇത് ഇങ്ങനെ എടുത്തു. അതിന് ശേഷം അതിൽ നിന്നും അഡാപ്റ്റർ പതുക്കെ മാറ്റിയെടുത്തതിന് ശേഷം അത് ടേപ്പ് അടിക്കുക. ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്യുക. കണ്ടോ, ഇതേപോലെ ടേപ്പ് അടിപ്പിക്കുമ്പോൾ, ഇൻസുലേഷൻ ടേപ്പ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ വയറുകൾ ശരിക്കും ടൈറ്റായിട്ടിരിക്കണം. അതായത് ലൂസായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് സോൾഡറിങ് വിട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ടൈറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന അതിൻ്റെ സർക്യൂട്ട് മൊത്തം ഇൻസുലേഷൻ ടേപ്പ് ടൈറ്റ് ചെയ്യണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ബാക്കിൽ വരുന്ന പ്രിൻറ്റഡ് സർക്യൂട്ട് ഉണ്ട്, PCB ഉണ്ട്. PCB ഈ പറയുന്ന മറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ മെറ്റലിലോ പോയി ടച്ച് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ പറയുന്ന ഇൻസുലേഷൻ ടേപ്പ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഒട്ടും തന്നെ കണ്ട പുറത്തേക്ക് ഒട്ടും തന്നെ പ്രൊജക്റ്റ് ചെയ്ത് PCBയുടെ വരാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിന് ശേഷം നേരെ നമ്മൾ സാധാരണ ഫേസ് ന്യൂട്രൽ കണക്ട് ചെയ്യുന്ന പോലെ നമ്മുടെ പോയിൻറ്റ് നേരെ അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നേരെ മുകളിലേക്ക് കണ്ട ഇപ്പോൾ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ടോ. ആ അഡാപ്റ്റർ സിമ്പിളായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി നേരെ നമ്മൾ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. നേരെ ഇതുപോലെ തന്നെ കണ്ട ഇപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഫേസ് ന്യൂട്രൽ കാര്യങ്ങൾ അതിലേക്ക് കൊടുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും എന്തായാലും മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഇട്ടതിന് ശേഷം നേരെ കയറ്റി അതിൻ്റെ അകത്തേക്ക് കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നേരെ അതിൻ്റെ അകത്തേക്ക് ആ ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് കണ്ടോ ഫുള്ളായിട്ട് കയറിപ്പോയി. മറ്റേത് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ കേസ് ഒരു തടസ്സമായിരുന്നു. അതിനേക്കാൾ ചെറുതായിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന അഡാപ്റ്റർ സിസ്റ്റം വരുന്നത്. ഇനി നേരെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അഡാപ്റ്ററിൻ്റെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് അടിച്ചതിന് ഇതിൻ്റെ ബാക്കിൽ വരാതിരിക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നേരെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. നേരെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നീറ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബിൽറ്റ്, അതായത് ഈ പറയുന്ന ലൈറ്റിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ അഡാപ്റ്റർ വരുന്ന സിസ്റ്റമാണ്. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതായത് കറക്റ്റ് ലൈറ്റിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അഡാപ്റ്റർ പുറത്ത് വരുന്ന ഏരിയയിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. കാരണം ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള ചാൻസസ് സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻബിൽറ്റ് അഡാപ്റ്റർ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good.